ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ വീണ്ടും ഫാമിലി ആയിട്ടൊരു യാത്ര പോവുകയാണ്. നമ്മൾ വീണ്ടും ഗുരുവായൂരിലേക്കും പിന്നെ അന്ന് പറഞ്ഞ മാളയിലെ പാമ്പമ്മേക്കാവ് എന്നുള്ള ക്ഷേത്രത്തിലും പോവുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്നും ഇതേ ഉള്ളൂ. അങ്ങനെയല്ല കേട്ടോ. ആക്ച്വലി നമുക്ക് ഈ പാമ്പമ്മേക്കാവിലെന്ന് പറയുന്ന ക്ഷേത്രത്തിലൊരു പൂജ ഉണ്ടായിരുന്നു. അത് നമുക്ക് അന്ന് ചോറൂടിന് പോയപ്പം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വേറൊരു ദിവസം പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് നമുക്ക് അതിനുള്ള ഡേറ്റും കാര്യം കിട്ടിയപ്പോൾ അങ്ങനെ പെട്ടെന്ന് തിരിച്ചതാണ് കേട്ടോ. സോ അങ്ങനെ നമ്മൾ രാവിലെ ഇച്ചിരി താമസിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ട് നല്ല ട്രാഫിക് ആയതുകൊണ്ട് നല്ല ലേറ്റായിട്ടാണ് നമ്മൾ റൂമിലൊക്കെ എത്തിയത്. സോ നമ്മൾ രാവിലെ തിരിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഫുഡും ഈവനിങ്ങുള്ള സ്നാക്സ് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റ് നൈറ്റായി നമ്മൾ ഗുരുവായൂരെത്തിയപ്പോൾ. ഗുരുവായൂരായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് ഹോട്ടലെടുത്തിരുന്നത്. സോ അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വിഷ്ണുമായ ക്ഷേത്രത്തിലും പാമ്പമ്മേക്കാവിൽ വൈകുന്നേരം പൂജയും കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട് തിരിച്ചത്. സോ ഇതാണ് നമ്മുടെ റൂം. സോപാനം ഹെറിറ്റേജ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അയ്യോ, നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ റൂംസ് എല്ലാം ബുക്ക്ഡായിരുന്നു. ഒന്നാമതേ വെക്കേഷൻ ടൈമും പിന്നെ അത്രയും വൈശാഖ മാസം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പാടുപെട്ടു റൂം കിട്ടാൻ. അവസാനമാണ് നമുക്ക് ഈ ഒരു റൂം കിട്ടിയത്. അങ്ങനെ പക്ഷേ നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസും നല്ല റൂമും ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ റൂം. 2 സിംഗിൾ കോട്ട് ബെഡും 3 സിംഗിൾ കോട്ട് ബെഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം നമ്മളുടെ എക്സ്ട്രാ ബെഡ് കൂടെ മേടിച്ചു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 3 പേരും അതിലങ്ങനെ സിംഗിൾ കോട്ടിൽ ഞാനും ഹസ്ബൻഡും അമ്മയായിട്ട് കിടന്നു. ഡബിൾ ബെഡിൽ സിസ്റ്റർ ഇൻ ലോ ഫാമിലി ആയിട്ട് കിടന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മൾ മോർണിംഗ് ഫ്രഷനപ്പൊക്കെ റെഡി ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴാനായിട്ട് ഇറങ്ങുവാണ്. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അകത്ത് കയറി തൊഴാൻ നമുക്ക് പറ്റിയില്ല. പുറത്തു നിന്നാണ് തൊഴുതത്. ഇത് ആ റൂമിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ബാൽക്കണിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, ലോക്ക്ഡായിരുന്നു. അപ്പോൾ ഇത് പുറത്തുള്ള വ്യൂ ആണ്. രാത്രി അല്ലെ നേരത്തെ നിങ്ങൾ കണ്ടത്. സോ അത് രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആവാത്തത് മോർണിംഗ് ഞാൻ ഒന്നുകൂടി ഇതെടുത്തതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ടർ ആംബിയൻസ് ഒക്കെ വരുന്നത് കേട്ടോ. നല്ല രസമായിരുന്നു. നല്ല ഹോട്ടലായിരുന്നു. നല്ല ആംബിയൻസും നല്ല റൂംസും നല്ല സ്റ്റാഫ്സും ഒക്കെ ആയിരുന്നു. സോ അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ റൂമിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ അമ്പലത്തിൽ പോകാനായിട്ട്. അങ്ങനെ രാവിലെ നമ്മൾ ഇറങ്ങി അമ്പലത്തിൽ തൊഴാനായിട്ട് ഗുരുവായൂർ പോയി. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് പാസ്സൊന്നും എടുക്കാനും പറ്റിയില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഈ കാണുന്ന നടയില്ലേ, അവിടെ നിന്ന് പുറത്തുനിന്ന് തൊഴുതിട്ട് നമ്മൾ തിരിക്കുകയായിരുന്നു ചെയ്തത്. സോ അവിടെ നിന്ന് നമ്മൾ പിന്നെ ജസ്റ്റ് ഒന്ന് ചായ മാത്രം കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടിയില്ല, കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. അതുകൊണ്ട് നമ്മൾ വേഗം ഓടി തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. കാരണം നമുക്ക് ചെക്കൗട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഫ്രഷനപ്പൊക്കെ ആയിട്ട് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ നമ്മൾ ഫ്രഷനപ്പായിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ വിഷ്ണുമായ എന്ന് പറയുന്ന ക്ഷേത്രം, ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് കേട്ടോ. സോ അവിടേക്ക് തിരിക്കുവാണ്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഭയങ്കര അടിപൊളി അമ്പലമാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങോട്ടേക്ക് തിരിക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വിഷ്ണുമായ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ഈവനിങ് ടൈമൊക്കെ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ആ ഒരു ടൈമാണ് എത്തിയത്. ഇവിടെ കണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം കാണുന്നത് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിക്കോ. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ലൈറ്റിങ്ങും അടിപൊളിയായിട്ടുണ്ട്. ഒത്തിരി ഭംഗി എന്ന് പറഞ്ഞാൽ അയ്യോ, എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. ഭയങ്കര അടിപൊളിയായിരുന്നു കാണാൻ. നല്ല രസമായിരുന്നു. എനിക്കിത് ശരിക്കും അമ്പലമാണോ നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു മോഡലിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്സ് ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നതാണെങ്കിലും നല്ല രസമാണ്, നല്ല ഭംഗിയായിരുന്നു. ഫുള്ളൊരു ഓറഞ്ച് ലൈറ്റിങ്, വൈറ്റ് ആൻഡ് വാം ലൈറ്റിങ് ആണ് കംപ്ലീറ്റ്ലി. സോ അവിടെ നമ്മളങ്ങനെ തൊഴുതിട്ട് ഭാഗ്യത്തിന് നമുക്ക് അവിടെ നിന്ന് അന്നദാനം കിട്ടി. ആക്ച്വലി നമ്മൾ പോയപ്പോഴത്തേക്കും അന്നദാനം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോയപ്പോഴത്തേക്കും ചോറും സാമ്പാറും പപ്പടവും മാത്രമേ ഉള്ളൂ. അവിയൽ, തോരൻ, അച്ചാർ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞു പോയി. പക്ഷെ നമുക്കിത് മാത്രമേ കിട്ടിയുള്ളൂ എങ്കിലും ഭയങ്കര സ്വാദായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്നുള്ള ആ ഒരു ആഹാരത്തിൻ്റെ രുചി അത് വേറെ തന്നെയല്ലേ. സോ അങ്ങനെ അന്നദാനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഈവനിങ് ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ചു. ഇത് ആണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്.
അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അവരുടെ ഒരു മണ്ഡപം പോലെയായിരുന്നു. അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ പാമ്പുമേക്കാവിൽ പോയി. അതിൻ്റെ വിഷ്വൽസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ പോയി പൂജയെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ കൊച്ചിയിൽ നിന്നാണ് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. സോ അത്രയേ ഉള്ളൂ ഒരു മിനി ട്രാവൽ വ്ളോഗ്. ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.